ഹായ് ഫ്രണ്ട്സ്, വളരെ പ്രധാനപ്പെട്ട ഒരു അറിവ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഈ അടുത്ത് നമ്മൾ മാധ്യമങ്ങളിൽ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. ഏകദേശം 78,000 സംതിങ് ക്യാമറയിൽ കുടുങ്ങിയ കാരണം കൊണ്ട് 78,000-ന് മുകളിൽ അടക്കേണ്ടി വന്ന ഒരു സങ്കടപ്പെടുത്തൽ. എന്നാൽ ഇത് എങ്ങനെ നമുക്ക് ക്യാമറയെ മറികടന്ന് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ യാത്രകൾക്ക് നമുക്ക് കിട്ടിയ നമ്മുടെ യാത്രയുടെ എളുപ്പത്തിന് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമായിരുന്നു ഗൂഗിൾ മാപ്പ്. തീരെ വഴി അറിയാത്തവർ പോലും ഒരു യാത്രക്ക് വേണ്ടിയിട്ട് ഒരുങ്ങാനുള്ള ധൈര്യം പകർന്ന ഒരു ആപ്പും കൂടിയാണ് ഗൂഗിൾ മാപ്പ്. എന്നാൽ ഇതേ ഗൂഗിൾ മാപ്പ് തന്നെ ഇന്ന് നമുക്ക് ഏറ്റവും സഹായകമാകുന്ന രൂപത്തിൽ ഒരു വഴിയിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ആ വഴിയിൽ എത്ര സ്പീഡുകളിലാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത് എന്നതിനെ കൃത്യമായി വരച്ച് കാട്ടുന്ന രൂപത്തിലേക്ക് അതിന് മാത്രമേയുള്ള ഒരു സംവിധാനം ഇന്ന് ഗൂഗിൾ മാപ്പ് അവതരിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ അറിഞ്ഞതുപോലെ സംസ്ഥാനത്തിലുടനീളം അങ്ങോളം ഇങ്ങോളം ക്യാമറകൾ വ്യാപകമായിട്ടുണ്ട്. അതേപോലെ തന്നെ പോലീസിൻ്റെ പരിശോധന വേറെയുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യ സംരക്ഷണം മാത്രമേ നമ്മുടെ കീശ ചോർന്നു പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. എന്നാൽ എങ്ങനെ ഒരു പ്രതിസന്ധിയെ ഈ ഒരു പ്രയാസത്തെ നമുക്ക് എങ്ങനെ മറികടക്കാം, നമ്മുടെ സമ്പാദ്യങ്ങൾ നമുക്ക് എങ്ങനെ കൃത്യമായി വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഡ്രൈവർമാർ അവരുടെ ഒരു വഴിയിൽ നിന്ന് മറ്റൊരു വഴിയിലേക്ക് തെറ്റുമ്പോൾ അവർക്ക് ആ വഴിയിലെ ചിലപ്പോൾ സ്പീഡുകൾ മനസ്സിലാക്കാൻ കഴിഞ്ഞോളന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനം ഗൂഗിൾ മാപ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ആ പുതിയ സെറ്റിംഗ്സിലൂടെ നമുക്ക് വഴിയിലുള്ള ക്യാമറകളെയും അതേപോലെ തന്നെ നമ്മുടെ വഴിയുടെ സ്പീഡുകളുടെ നിയന്ത്രണങ്ങളെയും നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അത് നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ സ്മാർട്ട് ഫോണുകളിൽ ഗൂഗിൾ മാപ്പ് ആപ്പ് തുറക്കുക. തുടർന്ന് അക്കൗണ്ട് സെറ്റിംഗ്സിൽ പോയി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം സെറ്റിംഗ്സ് ഓപ്ഷനിൽ നാവിഗേഷൻ സെറ്റിംഗ്സ് എന്ന ഓപ്ഷന് സെലക്ട് ചെയ്യുക. തുടർന്ന് ഡ്രൈവിംഗ് ഓപ്ഷനുകൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഡ്രൈവിംഗ് ഓപ്ഷനിലെ സ്പീഡോമീറ്റർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സ്പീഡോമീറ്റർ പ്രവർത്തനക്ഷമമാക്കിയാൽ നിങ്ങൾ ഗൂഗിൾ മാപ്സ് ഉപയോഗിച്ച് നാവിഗേറ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ GPS വേഗത കാണിക്കും. നിങ്ങൾ വേഗത പരിധി മറികടക്കുകയാണെങ്കിൽ മുന്നറിയിപ്പിൻ്റെ നിറം മാറും. AI സാങ്കേതികവിദ്യയും സ്ട്രീറ്റ് വ്യൂ ചിത്രങ്ങളും തേർഡ് പാർട്ടി ഇമേജറിയും ഉപയോഗിച്ചാണ് സ്പീഡോമീറ്റർ പ്രവർത്തിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് പല സാഹചര്യങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ വീണ്ടും ഈ വീഡിയോ ഒന്നും കൂടി കാണാം.